നമസ്കാരം. കേരളത്തിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിധി പറഞ്ഞ ജഡ്ജി ഹണി എം റോസിന് ഹൈക്കോടതി ജഡ്ജിമാരുടെ കൊളീജിയം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആക്കുവാൻ വേണ്ടി ഹണി വർഗീസിനെ സുപ്രീം കോടതിയിലേക്ക് ശുപാർശ ചെയ്യുന്നു. എന്നാൽ ഈ ശുപാർശ ഒരു കാരണവശാലും സുപ്രീം കോടതി സ്വീകരിക്കരുതെന്നും ഹണി എം വർഗീസിനെ ഹൈക്കോടതി ജഡ്ജിയാക്കരുതെന്നുമാണ് അതിജീവിത ഇപ്പോൾ തന്റെ നിവേദനത്തിൽ പറഞ്ഞിരിക്കുന്നത്. പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനുമാണ് അതിജീവിത ഇപ്പോൾ നിവേദനം നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ 9 വർഷക്കാലമായി തനിക്ക് നീതി കിട്ടിയിട്ടില്ല. താൻ മൃഗീയമായി പീഡിപ്പിക്കപ്പെട്ടപ്പോഴും ആ കേസിന്റെ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി അനധികൃതമായി പരിശോധിച്ചതിന്റെ ഭാഗമാണ് ജസ്റ്റിസ് ഹണി എം വർഗീസ്. അങ്ങനെയാണെങ്കിൽ തനിക്ക് നീതി കിട്ടാത്ത ഈ ഒരു സംഭവത്തിൽ നിയമവിരുദ്ധമായി അനധികൃതമായി ഈ മെമ്മറി കാർഡ് പരിശോധിച്ചതിന്റെ ഭാഗമായ ജസ്റ്റിസ് ഹണി എം വർഗീസിന് ഹൈക്കോടതി ജഡ്ജിയായി നിയമനം നൽകരുത് എന്നാണ് അതിജീവിത ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്കും ബഹുമാനപ്പെട്ട രാഷ്ട്രപതിക്കും അടക്കം അയച്ച നിവേദനത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇത് ഇന്ത്യയുടെ പരമാധികാര കോടതിയായ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിന് താൻ നൽകുന്ന നിവേദനമാണ്, തന്റെ കണ്ണുനീരിന്റെ നിവേദനമാണ് എന്ന് തന്നെയാണ് അതിജീവിത വ്യക്തമാക്കുന്നത്. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ എവിടെയും കേൾക്കാത്ത തരത്തിലുള്ള സംഭവമാണ് തന്റെ കേസിൽ നടന്നത് എന്നുകൂടിയാണ് അതിജീവിതയുടെ ഈ നിവേദനത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. അഥവാ ഇത്തരം സംഭവങ്ങൾ വിരൽ ചൂണ്ടുന്നത് അത് തന്നെയാണ്. നടി പട്ടാപ്പകൽ ഒരു തെരുവിൽ പീഡിപ്പിക്കപ്പെട്ട സംഭവത്തിൽ അതിജീവിതയ്ക്ക് ഇപ്പോഴും നീതി കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 9 വർഷക്കാലമായി തനിക്ക് നീതി കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് അതിജീവിത പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനും അയച്ച നിവേദനത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. തന്റെ ഈ കേസിൽ വിധി പറഞ്ഞ ജസ്റ്റിസ് ഹണി എം വർഗീസിന് ഹൈക്കോടതി ജസ്റ്റിസായി പ്രൊമോഷൻ കൊടുക്കുന്നതിനുള്ള ഈ ഹൈക്കോടതി ജസ്റ്റിസിന്റെ കൊളീജിയത്തിന്റെ ശുപാർശ ഒരു കാരണവശാലും അംഗീകരിക്കരുത്. അത് നീതി നിഷേധമായിരിക്കും, തന്നെ പോലുള്ള അനവധി ആളുകൾക്കുള്ള നീതി നിഷേധമായിരിക്കും അതിലൂടെ നടപ്പാകുന്നത് എന്നാണ് അതിജീവിതയുടെ ഭാഗത്തു നിന്നുമുള്ള ഈ നിവേദനം കൊടുക്കുന്നതിന്റെ പിന്നാമ്പുറങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്ന കാര്യങ്ങൾ. കേരളത്തിലെ ഒരു പ്രധാന നടൻ വരെ കേസിന്റെ ഭാഗമായി പ്രതി ചേർക്കപ്പെട്ട ഈ കേസിൽ വിധി പറഞ്ഞത് ജസ്റ്റിസ് ഹണി എം വർഗീസ് ആണ്. എന്നാൽ തനിക്ക് ഈ കേസിൽ നീതി കിട്ടിയിട്ടില്ല എന്ന് തന്നെ അതിജീവിത ഇപ്പോഴും പറയുമ്പോൾ ആ കേസിൽ ഏറ്റവും വലിയ ഏറ്റവും നിർണായകമായ തെളിവായി മാറാവുന്ന മെമ്മറി കാർഡ് അനധികൃതമായി നിയമവിരുദ്ധമായി പരിശോധിച്ചതിന്റെ ഭാഗമാണ് ജസ്റ്റിസ് ഹണി എം വർഗീസ് എന്ന് അതിജീവിത തന്റെ നിവേദനത്തിൽ ചൂണ്ടിക്കാണിക്കുമ്പോൾ എന്താണ് നീതിയുടെ പക്ഷത്തു നിന്നും ഒരാൾ ചെയ്യാൻ പാടില്ലാത്തത് അത് ചെയ്തു എന്ന് തന്നെയാണ് സമർത്ഥിക്കുന്നത്. എന്തായാലും ജസ്റ്റിസ് ഹണി എം വർഗീസിനെതിരെയായി അതിജീവിത സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനും രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കുമെല്ലാം നിവേദനം നൽകുമ്പോൾ ഹൈക്കോടതി ജസ്റ്റിസ് കൊളീജിയം ഹണി എം വർഗീസിനെ ഹൈക്കോടതി ജഡ്ജിയാക്കി പ്രൊമോഷൻ കൊടുക്കണം എന്നുള്ള ശുപാർശ ഏത് തരത്തിലാണ് സുപ്രീം കോടതി സ്വീകരിക്കുക എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ്. ഇനിയും നീതി കിട്ടാത്ത അതിജീവിതയുടെ ഈ ഒരു പരാതിയെങ്കിലും കോടതി പരിഗണിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ അതിജീവിതയുടെയും ഭാഷ്യം. എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.